എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആദ്യമായി റോബോട്ടിക് സാങ്കേതികവിദ്യ പഠന വിഷയമാക്കി കേരളം. സംസ്ഥാനത്തെ 10ാം ക്ലാസ്സിലെ 4.3 ലക്ഷം കുട്ടികൾക്കാണ് റോബോട്ടിക് സാങ്കേതികവിദ്യ പഠിക്കാനും അതിൽ പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും അവസരമൊരുങ്ങുന്നത്. ജൂൺ 2-ന് ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷം മുതൽ റോബോട്ടിക് സാങ്കേതികവിദ്യ അഭ്യസിപ്പിക്കും. 10ാം ക്ലാസ്സിലെ പുതിയ ICT പാഠപുസ്തകം 1ാം വാല്യത്തിലെ റോബോട്ടുകളുടെ ലോകമെന്ന 6ാം അധ്യായത്തിലാണ് സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകളുടെയും ആക്ച്വേറ്ററുകളുടെയും ഉപയോഗം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും ആശയ മാതൃകകളും കണ്ടെത്താൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത്. കഴിഞ്ഞ അക്കാദമിക വർഷം രാജ്യത്ത് ആദ്യമായി 7ാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികൾക്കും നിർമ്മിത ബുദ്ധി പഠിപ്പിക്കാൻ ICT പാഠപുസ്തകത്തിൽ അവസരം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഈ വർഷം പുതിയ 8, 9, 10 ക്ലാസ്സിലെ ICT പാഠപുസ്തകങ്ങളിലും AI പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കായി കഴിഞ്ഞ വർഷം നടത്തിയ റോബോട്ടിക്സ് പാഠ്യപദ്ധതിയുടെ അനുഭവം കൂടി ഉൾക്കൊണ്ടാണ് പുതിയ പാഠപുസ്തകത്തിലൂടെ 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അവസരം ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇതിനായി കൈറ്റ് വഴി 29,000 റോബോട്ടിക് കിറ്റുകളുടെ വിതരണം പൂർത്തിയാക്കിയതായി മന്ത്രി V. ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളുകൾക്ക് നൽകിയ റോബോട്ടിക് കിറ്റിലെ ആർഡിനോ ബ്രെഡ് ബോർഡ്, IR സെൻസർ, സെർവോ മോട്ടോർ, ജമ്പർ വെയറുകൾ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ, സസ്പെൻസർ, ഡിസ്പെൻസർ എന്ന ഉപകരണം തയ്യാറാക്കലാണ് പാഠപുസ്തകത്തിലെ കുട്ടികൾക്കുള്ള ആദ്യ പ്രവർത്തനം. തുടർന്ന് AI ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകളും കുട്ടികൾ തയ്യാറാക്കുന്നു. ഇതിനായി പിക്ടോബ്ലോക്ക് സോഫ്റ്റ്വെയറിലെ പ്രോഗ്രാമിംഗ് ഐഡിയയുടെ സഹായത്തോടെ ഫേസ് ഡിറ്റക്ഷൻ ബിൽറ്റ് ഇൻ മോഡൽ ഉപയോഗിച്ച് മുഖം കണ്ടെത്താനും സ്കൂളുകൾക്ക് കൈറ്റ് നൽകിയ ലാപ്ടോപ്പിലെ വെബ് ക്യാം, ആർഡിനോ കിറ്റ് തുടങ്ങിയവയുടെ സഹായത്തോടെ വാതിൽ തുറക്കാനും കുട്ടികൾ പരിശീലിക്കുന്നു. സമാനമായ നിരവധി പ്രായോഗിക പ്രശ്നങ്ങളെ നൂതന സംവിധാനങ്ങളാൽ പരിഹരിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന വിധത്തിലാണ് പുതിയ റോബോട്ടിക്സ് പഠനരീതി കൈറ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ICT പാഠപുസ്തകം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മാധ്യമങ്ങളിലായി എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും. 10ാം ക്ലാസ്സിലെ പുതിയ ICT പാഠപുസ്തകത്തിന്റെ ആദ്യഘട്ട പരിശീലനം ഇതുവരെ 9,924 അധ്യാപകർക്ക് കൈറ്റ് നൽകി. ജൂലൈ മാസം റോബോട്ടിക്സിൽ മാത്രമായി അധ്യാപകർക്ക് പരിശീലനം നൽകാനും കൂടുതൽ റോബോട്ടിക്സ് കിറ്റുകൾ ആവശ്യമായ സംസ്ഥാന സിലബസ് പിന്തുടരുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾക്കുൾപ്പെടെ അവ ലഭ്യമാക്കാനും കൈറ്റ് സംവിധാനം ഏർപ്പെടുത്തും. വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ അറിയിപ്പുകൾക്കായി എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.